സാർ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ സമ്മേളനം എന്ന അറുകോടൻ പരിപാടി കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് വളരെ കുറവായിരുന്നു കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ. എന്നാൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ കോമഡി ഷോയോ അല്ലെങ്കിൽ സംഗീത പരിപാടിയൊക്കെ TV കാണുന്ന മാതിരിയാണ്. ഡെയിലി അതിനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ തയ്യാറാണെന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഞാൻ തന്നെ പറയട്ടെ, എന്റെ ലൈഫിൽ ഇന്ന് വരെ നിയമസഭാ സമ്മേളനം കാണാനുള്ള ത്രാണിയില്ലായിരുന്നു. കാരണം ഇതേമാതിരി ബോറം പരിപാടി വേറെ ഒന്നുമില്ലെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സമ്മേളനം നടക്കുന്ന കാലയളവിലെ ടൈം കിട്ടിയില്ലെങ്കിൽ ഹൈലൈറ്റ് എങ്കിലും കാണണമെന്ന് വിചാരിച്ചാണ് ഇന്നും വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തകർപ്പൻ തഗ് ഡയലോഗുകളും പ്രതിപക്ഷത്തിനെ അടിച്ചിരുത്തുന്ന വാക്കുകളുടെ പ്രയോഗങ്ങളും കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം പ്രതിപക്ഷത്തുള്ള MLA-മാർ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും, കാരണം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും പറ്റിയില്ലെന്നും അതിനകത്ത് കൂട്ടയടിയായിരുന്നു എന്നുള്ള ഡയലോഗുകൾക്ക് മറുപടി എന്നോണമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രയോഗം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. കോൺഗ്രസിന് ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ്. സാർ ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്, എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമുള്ളൂ, മനസ്സിലായില്ല. അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നും അതിനകത്ത് അങ്ങനെയൊക്കെ തർക്കം ഉണ്ടാകുമെന്നും പലരും മുഖ്യമന്ത്രി ആകാനായിട്ട് തയ്യാറാകുമെന്നും തന്നെക്കാട്ടിലും കഴിവുള്ളവരൊക്കെ മുഖ്യമന്ത്രി ആകാൻ ഇന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ MLA-മാർക്ക് നല്ല അടിച്ചൊതുക്കിയ മറുപടി പറഞ്ഞുകൊണ്ട് തുടരുകയാണ്. പക്ഷെ പിന്നീടാണ് മുഖ്യമന്ത്രി ഇവരറിഞ്ഞ അതേ വടി തന്നെ എടുത്ത് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്നും, എന്നാൽ നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാം ശാന്തമല്ലേ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബാക്കി ഭാഗം നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? പക്ഷെ ഇത് കുറെ ഭയങ്കരമായി പോയി. കാരണം മുഖ്യമന്ത്രി ചോദിച്ചു വന്നത് പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെ നിങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ അണികൾക്ക് ഇഷ്ടമായിട്ടാണോ എന്നും അണികൾ അതിനെ ചോദ്യം ചെയ്യുകയില്ലെന്നും അടിച്ചിരുത്തിയാണ് ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി ആകെ രോഷം കൊണ്ടു എന്നുള്ളത് നേരായ കാര്യം. പിണറായി പെട്ടെന്ന് തന്നെ മറുപടി പറയുന്നതാണ് അടുത്ത രംഗം. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോഹിച്ച് നിൽക്കണ്ട കേട്ടോ. വല്ലാത്തൊരു പൂതിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പിണറായി ശരിക്കും രോഷം കൊണ്ട് തന്നെയാണ് പറയുന്നത്. CPM തകർന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുകയല്ലേ? അപ്പോൾ അതിന് മറുപടിയായിട്ട് VD സതീശൻ വീണ്ടും മർമ്മത്ത് തന്നെയാണ് അടിക്കുന്നത്. അപ്പം VD സതീശന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും നിങ്ങൾക്ക് ഒരു തെറ്റുതിരുത്തലുകളോ ഒന്നും ആവശ്യമില്ലെന്നും ഇപ്പോഴും നിങ്ങൾ പെർഫെക്റ്റ് അല്ലേ എന്നുമാണ് ചോദിക്കുന്നത്. തന്നെയുമല്ല, നിങ്ങൾ അങ്ങനെ ആയിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സതീശൻ പറയാണ്. കാരണം ഇങ്ങനെ തന്നെ പോയാൽ ഇനിയും ഈ ജന്മത്ത് കേരളത്തെ ജയിക്കത്തില്ല എന്ന ധ്വനിയോടുകൂടിയാണ് പറയുന്നത്. അതോടെ നമുക്കൊന്ന് കാണാം. CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയാം, ഒരു തിരുത്തലും ഇല്ല, ഇതെല്ലാം കറക്റ്റാണ് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. അല്ലെ ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാര് പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. സാർ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. വീണ്ടും പിണറായി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. താങ്കൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ടാണ് മറുപടി പറയുന്നതെന്നും സതീശനോട് പറയുമ്പോൾ സതീശൻ വീണ്ടും മറുപടി പറയുന്നത് തന്നോടല്ല ചോദ്യം ചോദിച്ചതെന്ന് താങ്കളുടെ പ്രതിപക്ഷത്തുള്ള MLA-മാർ എന്റെ പാർട്ടിയെയും മുന്നണിയെയും കുറിച്ച് തെറ്റായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് തീർച്ചയായിട്ടും കുറ്റം പറയുമെന്നും തിരിച്ചടിക്കുമെന്നും സതീശൻ തീർത്ഥം പറഞ്ഞുകൊണ്ടാണ് ഈ വാചക കസത്ത് ഇവിടെ നിർത്തുന്നത്. അതോടൊന്ന് കാണും. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്.
എന്റെ പാർട്ടിയെക്കുറിച്ചും എന്റെ മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷത്തിനുള്ള വകയായിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഈ കാണിക്കാത്ത വീഡിയോയ്ക്കകത്ത് വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് BJPയും നമ്മുടെ മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയോട് BJP ഈ കോൺഗ്രസിന്റെ ഭിന്നതയെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഒത്തൊരുമയാണല്ലോ എന്ന് പറഞ്ഞ് BJPക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് ഉദാഹരണമായി പറയുന്നത് കേട്ട് പിന്നെ ആരും മിണ്ടിയില്ലെന്നുള്ളത് വേറൊരു കാര്യം. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ 3 പേരും ആകെ 3 MLA-മാരല്ലേ ഉള്ളൂ ഇപ്പൊ നിയമസഭയിൽ വന്നേക്കുന്നത്, ആ 3 പേരും നല്ല ഒത്തൊരുമയാണല്ലോ എന്നും നിങ്ങൾ 3 പേരും ആ ഒത്തൊരുമയായതുകൊണ്ടാണ് ഒരേ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കാതെ 3 ബെഞ്ചിലായിട്ട് അകന്നകന്നിരിക്കുന്നതെന്നും സതീശൻ പറയുന്നതോടുകൂടി BJPയുടെ വായടഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനിയും മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയുള്ള തഗ്ഗുകൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.